ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. ശമദമാദികളില് തിതിക്ഷ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സമാധാനം എന്ന ഭാഗമാണ്. അതൊരു സാധനയാണ്. സമാധാനം ഒരു സാധനയാണ്. നമ്മൾ സാധാരണ വിചാരിച്ചിരിക്കുന്ന സമാധാനം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ യൂസേജിൽ എങ്ങനെയാണ്? വെറുതെ സ്വസ്ഥമായിട്ടിരിക്കുക സമാധാനം. ഇവിടെ അങ്ങനെയല്ല. സമാധാനം എന്നതിനെ ഒരു സാധനയായിട്ട് ആണ് ഇവിടെ പറയുന്നത്. പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് ആരംഭിക്കാം. വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. ചോദ്യം ഇതാണ്: സമാധാനം കിം? സമാധാനം കിം? ഗുരു മറുപടി പറയുന്നു: ചിത്ത ഏകാഗ്രത. ചിത്ത ഏകാഗ്രത. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ഏകാഗ്രത കോൺസെൻട്രേഷൻ. ഏകാഗ്രത എന്നുള്ള വാക്ക് തന്നെയാണ് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, സംസ്കൃതത്തിലും ഇത് തന്നെയാണ്. ചിത്ത ഏകാഗ്രത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഏകാഗ്രത, കോൺസെൻട്രേഷൻ എന്ന് പറയാം. ലക്ഷ്യത്തില് മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്ന ശക്തി. ലക്ഷ്യത്തില് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തും ശക്തി. ലക്ഷ്യേ ചിത്തസ്യ സ്ഥിതി എന്നാണ് പറയുന്നത്. ലക്ഷ്യേ ചിത്തസ്യ സ്ഥിതി. ശമം കൊണ്ടും ദമം കൊണ്ടും തയ്യാറാക്കപ്പെട്ട മനസ്സ്, അല്ലെ? ശമദമാദികൾ ചെയ്ത് മനസ്സിനെ ഒരു നല്ല നിലയിൽ എത്തിച്ചിരിക്കുന്നു. അപ്പോ ആ മനസ്സിനെ വേണ്ട സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തലാണ് സമാധാനം. മനസ്സിനെ ശുദ്ധമാക്കിയെടുത്തു. ഇനി അതിനെ ഒരു സ്ഥലത്ത്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തണം. അതാണ് സമാധാനം. അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ദിവസവും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അങ്ങനെ മനസ്സിനെ നമുക്ക് നിർത്തുവാൻ സാധിക്കുള്ളൂ എന്ന് ഗുരുനാഥന്മാര് പറയുന്നു. അപ്പൊ ചോദിക്കുന്നു, അങ്ങനെ സമാധാനം ലഭിക്കാൻ എന്താണ് ഉപായം? അപ്പൊ സമാധാനം എന്നുള്ളതിന്റെ ഇവിടത്തെ അർത്ഥം ഓർക്കണം. മനസ്സിനെ ഒരു ലക്ഷ്യസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തലാണ്, അല്ലാതെ നമ്മൾ സാധാരണ യൂസേലുള്ള സമാധാനമല്ല. ഇതിന് തിയറി മാത്രം പോരാ, കുറെ കാര്യങ്ങളെ അറിഞ്ഞാൽ മാത്രം പോരാ. ഇതിനെന്ത് വേണം? ഇതിന് പ്രാക്ടീസ് നിർബന്ധമാണ്. പ്രാക്ടിക്കൽ സാധന തന്നെ ഇതിന് അത്യാവശ്യമാണ്. തീരും. എന്താണ് ഇതിനുള്ള പ്രാക്ടിക്കൽ? ജപം. ജപം എന്നുള്ളതിന് എന്താ? ഒരു ലക്ഷ്യം ഉണ്ടാവും എപ്പോഴും. ജപം എന്നാൽ നമ്മളൊരു ലക്ഷ്യം തിരഞ്ഞെടുത്തിട്ടാണ് ഈ ജപം നടത്തുന്നത്. അങ്ങനെ വേണം, അല്ലാതെ ജപിച്ചിട്ട് കാര്യമില്ല. അല്ലാതെ ചെയ്യുന്നവർ കാണും, പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഒരു ലക്ഷ്യം വേണം. ഏത് ജപം ചെയ്യുമ്പോഴും ഒരു ലക്ഷ്യം വേണം. അപ്പോ ആ മനസ്സ് ആ ജപം ചെയ്യുന്ന അതിൽ തന്നെ ചിന്ത ഉറച്ചിരിക്കണം. ഇപ്പോ കാണാപ്പാഠം പഠിച്ച ശേഷം വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോഴും ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോഴും ഒക്കെ ഒന്നിലും ലക്ഷ്യത്തിലൊന്നും മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിയിട്ടല്ല ചൊല്ലുന്നത്. നമ്മൾ ഇങ്ങനെ ചൊല്ലിപ്പോവും. അത് നിലപാടിൽ ഇങ്ങനെ നടക്കും. വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വേറെ വർത്തമാനവും പറയും. ചിന്തകളൊന്നും ഒരിക്കലും അവിടെ ആയിരിക്കില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് സ്പഷ്ടമാണ്. ഇപ്പോ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി സ്വരൂപിണി എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ വെറുതെ എങ്ങനെ പറഞ്ഞു പോവല്ലേ. അതേപോലെ തന്നെയാണ് വിഷ്ണു സഹസ്രനാമം ചോദിക്കുമ്പോഴെല്ലാം. അപ്പോ ഓരോ വാക്ക് പറയുമ്പോഴും അത് ദേവിയുടെ നാമമാണ് അല്ലെങ്കിൽ വിഷ്ണുവിന്റെ നാമമാണ്. ആ നാമത്തിന്റെ പ്രാധാന്യം എന്ത്? അതുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നു, ഭഗവാന്റെ ആ രൂപത്തെ ധ്യാനിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഇരിക്കാറില്ലല്ലോ. അങ്ങനെ ഇരുന്നാലേ അത് ശരിക്കുള്ളൊരു ജപം ആവുകയുള്ളൂ.
അല്ലെങ്കിൽ വെറും മെക്കാനിക്കൽ മാത്രമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്രയൊക്കെ ജപിച്ചിട്ടും ഒരു ഫലമില്ലല്ലോ എന്ന് പറയാറുണ്ട്. ജപിച്ചിട്ടും എന്ന് പറഞ്ഞാൽ ശരിക്ക് ജപിച്ചിട്ടില്ല. ശരിക്ക് ജപിച്ചാൽ ഫലം ഉണ്ടാവും, ഒരു സംശയമില്ല അതിനകത്ത്. ഒരു നാമവും വെറുതെ പോവില്ല. നമുക്ക് ഫലം പലപ്പോഴും കുറയുന്നത് ഈ സമാധാനം എന്ന കാര്യം അതിനകത്ത് നടക്കാത്തത് കൊണ്ടാണ്. അപ്പോ ആ ജപം നടത്തുമ്പോ ആ ലക്ഷ്യത്തെ തന്നെ ചിന്തിച്ചിരിക്കണം. മനസ്സിനോട് അത് പറയണം. ഇത് തന്നെ, വേറെ മനസ്സേ നീ ഇവിടെ നിന്ന് പോകരുത്, ഇതിൽ തന്നെ ആയിരിക്കണം എന്ന് പറയണം. അപ്പൊ അങ്ങനത്തെ അഭ്യാസം കൊണ്ടേ അത് സാധിക്കുള്ളൂ. അപ്പോ ലക്ഷ്യത്തെ മനസ്സിന് കൊടുത്താൽ മനസ്സ് കുറച്ച് സമയമെങ്കിലും നമുക്ക് അവിടെ മനസ്സിനെ നിർത്താൻ പറ്റും. എപ്പോ അതിൽ നിന്ന് വ്യതിചലിക്കുന്നുവോ വീണ്ടും അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അതല്ല ഇപ്പോൾ ഉള്ള ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയണം. നമുക്കും പറ്റും. ചിലപ്പോൾ നമ്മളങ്ങനെ മനസ്സ് കാട് കയറി പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ഓർക്കും, അയ്യോ ഞാൻ വേറെ എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് ഓർക്കും, ഉടനെ തിരിച്ചു വരും. അത് വല്ലപ്പോഴും സംഭവിക്കുന്നത്. അത് പോരാ. മനസ്സ് എപ്പോഴാണോ പതറിപ്പോകുന്നത് അപ്പൊ ഉടനെ ഇതല്ലല്ലോ ഞാൻ ചിന്തിക്കേണ്ടത്, ഭഗവാനെയല്ലേ ഇപ്പൊ ചിന്തിക്കേണ്ടത് എന്ന് ഓരോ സമയത്തും ഓരോ ചിന്ത മാറിപ്പോകുമ്പോഴും ചെയ്താൽ അതാണ് അഭ്യാസം. അപ്പൊ അത് പ്രാക്ടീസ് ആവും. അപ്പൊ അത് ജപ അഭ്യാസം, സമാധാന സാധന എന്ന് അതിനെ പറയാം. ഈ രീതിയിൽ ചെയ്താൽ അപ്പോ മനസ്സ് എന്തായാലും പലപ്പോഴും പലതും ചെയ്യാൻ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത്ര സമയം ജപം എന്ന് തീരുമാനിച്ചാൽ ആ സമയം മനസ്സിനെ മറ്റു ചിന്തകളിൽ നിന്ന് വിലക്കി നിർത്തണം. അപ്പൊ 10 മിനിറ്റ് ഞാൻ ജപിക്കാനിരിക്കുകയാണ് കേട്ടോ, ആരും എന്നെ വിളിക്കരുത്, ആരും വിളിക്കില്ല, വേറെ ആരും ഉപദ്രവിക്കില്ല. നമ്മൾ പൊതുവെ നമ്മുടെ പറച്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ശല്യം കൊണ്ടാണ് നമ്മുടെ ജപം നടക്കാത്ത എന്നാണ് പൊതുവെ ആരോപിക്കുക. വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തും. നീ ഇടയ്ക്ക് വിളിച്ചതുകൊണ്ടാണ്, അവിടെ ഒത്തിരി ശബ്ദം കേൾക്കുന്നതുകൊണ്ടാണ്, TV വെച്ചതുകൊണ്ടാണ് എന്റെ ജപം ശരിയാകാത്ത എന്ന് പറയും. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ പ്രശ്നമുള്ള ആരുടെ കയ്യിലായിരിക്കണേ? നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് ഉള്ളില്. നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഈ ജപത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ആരാ? ശരിക്കും ഉള്ളിലുള്ള ചിന്തകളാണ്. പുറത്തുള്ളത് പോട്ടെ, അതൊക്കെ നൈമിഷികമായി. ഉള്ളിലുള്ളത് ഭയങ്കരമാണ്. അവനാണ് ശരിക്കും 15 മിനിറ്റ് ജപിക്കാനിരിക്കുമ്പോ 14 മിനിറ്റും നമ്മളെ പുറത്ത് കൊണ്ടുപോകുന്ന ആളാണ് മനസ്സ്. അപ്പോ മനസ്സിന് നിർദ്ദേശം കൊടുക്കണം. കൊടുത്ത് അങ്ങനെ പ്രാക്ടീസ് ആക്കി കൊണ്ടുവരണം. ഇങ്ങനെ ട്രെയിൻ ചെയ്ത മനസ്സിനെ വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ട്രെയിൻ ചെയ്താൽ സാധിക്കും, ട്രെയിൻ ചെയ്തില്ലെങ്കിൽ സാധിക്കുകയും ഇല്ല. അപ്പോ ചഞ്ചല മനസ്സുള്ളവന് പറയും ഒരു ആണി പോലും ശരിക്കും അടിക്കാൻ പറ്റില്ല എന്ന് പറയും. നമ്മളൊരു മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത കറക്റ്റ് സ്ഥലത്ത് ഒരു ആണി അടിക്കണം എന്ന് പറഞ്ഞാൽ ചഞ്ചല മനസ്സുള്ള ആൾക്ക് അതുപോലും പറ്റില്ല. കയ്യിലിട്ട് ആണിയുടെ തലയിലായിരിക്കില്ല കൊള്ളുന്നത്, അടിക്കുന്ന അടി കയ്യെ കൊള്ളും. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോ അതിനു പോലും ഉള്ള ഒരു മനസ്സിനെ ആ പോയിന്റിൽ നിർത്താൻ പോലും പ്രയാസമാണ്. അത്രയും ശക്തിയാണ് മനസ്സിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നു, ശമതമാദികൾ ശീലിച്ച ആൾക്കേ സമാധാനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ശമതമാദികൾ നേരത്തെ പറഞ്ഞല്ലോ, അത് നിർബന്ധമായിട്ടും കൊണ്ടുവരണം. അതിങ്ങനെ പല സാധനങ്ങളും പറയും എന്ന് പറഞ്ഞു പോയാൽ പറ്റില്ല. നമ്മൾ ഈ വഴിയിൽ കൂടെ മുന്നേറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശമതമാദികൾ നിർബന്ധമായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ പറയുന്നത് ശ്രദ്ധ വേണം. അതും നിർബന്ധമാണ്. നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശ്രദ്ധ. ശ്രദ്ധയില്ലാതെ 10 മിനിറ്റ് പോലും നമുക്കൊരു കാര്യം കേൾക്കാനോ ഒരു സ്ഥലത്ത് അതിനു വേണ്ടി ഇരിക്കാനോ പറ്റില്ല. പല വീടുകളിലും ആ വീട്ടിലെ പ്രോബ്ലങ്ങൾ, ലൗകികമായിട്ടുള്ള പ്രോബ്ലങ്ങൾ പലതും ഒരാൾ മറ്റൊരാളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ 4 or 5 മെമ്പേഴ്സ് വീടുണ്ടായിരിക്കും നോർമൽ. അതില് പരസ്പരം ഓരോരുത്തർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്, ഒരാൾക്ക് ഹിയറിങ്ങിന് വേണ്ടി നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രോബ്ലത്തിന്റെ ഒരു 75% മാറും. നമ്മൾ എന്ത് ചെയ്യും? എന്നോടൊന്നും പറയണ്ട, എനിക്കറിയാം, ഇല്ലേ? എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ്.
കൂടുതലൊന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. അങ്ങനെ നമ്മളോട് ആരാണോ പറയാൻ വരുന്നത് അവരെ നമ്മൾ വിലക്കും. എല്ലാവരും ചെയ്യുന്നൊരു കാര്യം ഇത്. ഒരാളല്ല, വീട്ടിലെ പരസ്പരം എല്ലാവരും ചെയ്യുന്നു. ഒരാളെ മുഴുവനായിട്ട് മറ്റേയാള് ശ്രദ്ധിക്കില്ല. ഒരാൾ പറയുന്നത് മറ്റേയാൾ മുഴുവനായിട്ട് ശ്രദ്ധിക്കില്ല. എനിക്കൊക്കെ അറിയാം എന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് കേൾക്കണ്ട എന്ന് പറയും. പക്ഷെ അതിനൊരു സ്വല്പം വീഴ്ച വരുത്തി നമ്മൾ ആ കടുംപിടുത്തത്തിൽ നിന്നും മാറിയാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അയവ് വരും. ഇത് പലരും ഇതിങ്ങനെ അവനവന്റെ വീടുകളിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് പതുക്കെ പതുക്കെ ഇതിനെങ്ങനെ നിന്ന് കൊടുത്തിട്ട്, അപ്പൊ ചിലർ പറയുന്നത് വെച്ചാൽ അയാൾ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കാൻ നിന്നാൽ പിന്നെ ആകപ്പാടെ പ്രശ്നമാവും. അങ്ങനെ അല്ല. നമ്മളേതായാലും നമ്മുടെ വഴിക്ക് തന്നെ പോവുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ്, അവനവൻ തീരുമാനിച്ച വഴിക്കേ പോവുള്ളൂ. അപ്പോ ഏതായാലും ആ വഴിക്കല്ലേ പോണേ. പിന്നെ അയാൾ കേട്ടാൽ എന്നാ കുഴപ്പം? ഒരു ശ്രോതാവുമായി ഇരുന്നാൽ എന്താ കുഴപ്പം? ഒന്നും സംഭവിക്കാനില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞ് ചെയ്തവര് പലരും തിരിച്ചു പറയാറുണ്ട്, ഇപ്പോ ഒരുപാട് പ്രോബ്ലം ഒഴിവായി, ഞങ്ങൾ എല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നന്നായിട്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അങ്ങ് ഒഴിവോ. അങ്ങോട്ട് ഇങ്ങോട്ട് പറയാനുള്ളത് പറയും, അതിനകത്ത് ഏതാണോ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കും. അപ്പൊ പറയാതെ അങ്ങോട്ട് പറയാൻ പറ്റാതിരിക്കുന്നൊരു വിഷമം വലിയ വിഷമമാണ്. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലല്ലോ എന്ന് പലരും സങ്കടപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് പ്രായമായവര്, അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. കാര്യം ശരിയാണ്, നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരുപാട് കേട്ടോണ്ടിരിക്കാൻ സമയം കാണില്ല. എങ്കിലും ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് എങ്കിലും അതിനുവേണ്ടി ചെലവഴിച്ചാൽ ഈ പ്രായമായവർക്ക് വലിയ ആശ്വാസമാണ്. ഡോക്ടർമാർ വരെ അതിപ്പോ പറയുന്നുണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. പ്രായമായവരെ ഒന്ന് ശ്രദ്ധിക്കുക, അവർ പറയുന്നത് കേൾക്കുക. അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊന്നും വേണ്ട, പറയുന്നത് കേൾക്കുക. അത്രേ വരെ ചെയ്താൽ തന്നെ അവരുടെ ലോൺലിനെസ്, അതാണ് ഏറ്റവും വലിയ അസുഖം. ഏത് മരുന്ന് കഴിച്ചാലും അത് ശരീരത്തിൽ പിടിക്കണമെങ്കിൽ ഈ ലോൺലിനെസ് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ലെന്ന് പറയും. അപ്പോ ശരീരം എല്ലാം എനർജറ്റിക് ആയിട്ടിരിക്കണമെങ്കിൽ ലോൺലിനെസ് മാറണം. അതിന് ആരെങ്കിലും ഇങ്ങനെ ഒരു കേൾക്കാൻ, ഹിയറിങ്ങിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റും. അപ്പൊ ഹിയറിങ് വലിയൊരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോ ഇതെല്ലാം ഉണ്ടെങ്കിലും എക്സ്ട്രാ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനം എന്നുള്ള സാധന ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജപം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ആൾക്കാർ പറയുന്നത് തെറ്റാണ്. പ്രയോജനം ഉണ്ടാകും. എപ്പോൾ? അത് വേണ്ട രീതിയിൽ ശ്രദ്ധയോടുകൂടി ചെയ്യുകയും പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയും മനസ്സിനെ ലക്ഷ്യത്തിൽ ഉറപ്പിക്കുകയും ചെയ്താൽ. പിന്നെ പറയുന്നു, മനോബലം, നല്ല മനസ്സിന് നല്ല ബലം കിട്ടും. എന്തുകൊണ്ട്? ഈ പറഞ്ഞ സമാധാനം എന്ന സാധന കൊണ്ട്. പെട്ടെന്നൊരു കാര്യം, എന്ത് നെഗറ്റീവായിട്ടുള്ളത് എന്ത് കേട്ടാലും പെട്ടെന്ന് മനസ്സ് ക്ഷോഭമാവുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യില്ല. അപ്പോ ശ്രവണാദി സിദ്ധി ജ്ഞാനയോഗ സിദ്ധി ഇങ്ങനെ പറയുന്നു. സർവകാര്യസിദ്ധി, ഈ സമാധാനം എന്ന സാധന കൊണ്ട് സർവകാര്യസിദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞു. അതെങ്ങനെ ഉണ്ടാകും? ശ്രവണാദി സിദ്ധി, പിന്നെയോ ജ്ഞാനയോഗ സിദ്ധി. ഇത്രയും കാര്യങ്ങള് ഈ സമാധാനം എന്നുള്ള 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താൻ സാധിച്ചാൽ ഒരുപാട് കഴിവുകൾ നമ്മളിൽ ഉണ്ടാകും. ഇതാണ് 6ാമത്തെ ശമതബാധികള് 6 എണ്ണം പറഞ്ഞതിൽ 6ാമത്തെ ആയിട്ടുള്ള സമാധാനം എന്ന ഭാഗം. ഇനി നമുക്ക് മെയിൻ സാധനങ്ങൾ നമ്മൾ നോക്കിയില്ലേ? ഏതാണ് മെയിൻ ആയിട്ട് പറഞ്ഞ 4 സാധന? അതിൽ 3ാമത്തതിലല്ലേ ശമതബാധികൾ എന്ന് വന്നത്? നിത്യാനിത്യ വസ്തു വിവേകം, വൈരാഗ്യം, ശമതമാദികൾ, മുമുക്ഷുത്വം, ഇങ്ങനെയാണ് വന്നത്. 4 മെയിൻ സാധന ആദ്യം പറഞ്ഞത് വിവേകം, വൈരാഗ്യം, ശമതമാദികൾ, മുമുക്ഷുത്വം. അതിലെ ശമതമാദികൾ എന്നുള്ള 6 എണ്ണത്തിലാണ് ഇപ്പൊ നമ്മൾ സമാധാനം എന്നുള്ളതും കൂടെ ചെയ്തപ്പോ 6 എണ്ണമായി. ഇനി മെയിൻ സാധനയിലെ 4 മെയിൻ വാല്യൂസ് ഉണ്ട്. ആ 4 എണ്ണത്തില് 4 വാല്യൂസില് മുമുക്ഷുത്വം എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ബാക്കി 3 നമ്മൾ നോക്കി. 4ാമത്തെ മുമുക്ഷുത്വം. അപ്പൊ ചോദ്യം വരുന്നു, മുമുക്ഷുത്വം കിം? മുമുക്ഷുത്വം കിം? അപ്പൊ അതിന് മറുപടി പറയുന്നു, മോക്ഷോ മേ ഭൂയാത്, മോക്ഷോ മേ ഭൂയാത് ഇതി ഇച്ഛ.
മോക്ഷോമേ ഭൂയാത് ഇതി ഇച്ഛ ഏതത് സാധന ചതുഷ്ടയം. ഈ നാലും കൂടെ കൂടുന്നതിനാണ് ഏതത് സാധന ചതുഷ്ടയം. മോക്ഷോമേ ഭൂയാത് ഇതി ഇച്ഛയാണ് മുമുക്ഷുത്വം. അപ്പൊ ചോദ്യം അതാണ്, മുമുക്ഷുത്വം എന്നാൽ എന്ത്? എനിക്ക് മോക്ഷം വേണം എന്ന ആഗ്രഹത്തെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. എനിക്ക് മോക്ഷം വേണം എന്ന ആഗ്രഹം, മോക്തുമിച്ഛ മുക്ഷ എന്ന് പറയുക. ഇങ്ങനെയൊരു ആഗ്രഹം അതൊരു ക്വാളിറ്റിയാണ്, അതൊരു ഗുണമാണ്. ഈ ഒരു ആഗ്രഹം വലിയൊരു ഗുണമാണ്. കാരണം ഈ ഒരു ആഗ്രഹം സാധിക്കണമെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുണമാണ്. ഇത് മനസ്സിന്റെ സംതൃപ്തിയാണ്. മോക്ഷം എന്നത് മനസ്സിന്റെ സംതൃപ്തി. അത് സംതൃപ്തിയാണ് എന്നറിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പൊ എല്ലാവർക്കും അത് വേണമെന്നൊരാഗ്രഹം ഉണ്ടാവും. ഇപ്പോ മോക്ഷം, നമുക്കതൊന്നും പറ്റില്ല, മോക്ഷമൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി. ഇതാണ് 99%, 99.99% ആൾക്കാരുടെയും പറച്ചില്. എന്തെങ്കിലും നമ്മൾ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം മോക്ഷമല്ലേ, അതിനൊക്കെ വേണ്ടി നമ്മളൊന്ന് ഉത്സാഹിക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ, എന്റെ സാറേ മോക്ഷമൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ മതി. അപ്പോ ഇത് ധരിച്ചു വെച്ചിരിക്കുന്നത് മരണശേഷമുള്ള ഒരു സംഭവമാണെന്നും, ഇത് മോക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിലെ ഒരു കാര്യവും പിന്നെ പറ്റില്ല, ഒരാഗ്രഹവും പിന്നെ സാധിക്കില്ല, എല്ലാത്തിലും എങ്ങനെ വിരക്തി വന്നിരിക്കുന്ന ഒരാളാണ്, ഒന്നും നടക്കില്ല, അങ്ങനൊരു ചിന്ത വരും. അങ്ങനെയൊന്നുമല്ല. മോക്ഷം എന്ന വാക്ക് സംതൃപ്തി ആണ്, പൂർണ്ണ സംതൃപ്തി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സംതൃപ്തി, എൻ്റെ ആഗ്രഹങ്ങൾ നടന്നു എന്നുള്ള സംതൃപ്തി. ആ സംതൃപ്തി ഇല്ലാതെ ഈ ശരീരം വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ സംതൃപ്തി ഉണ്ടാവണം. ഈ ശരീരം വന്നത് അതിനു വേണ്ടിയിട്ടാ, ശരീരം കിട്ടിയത് എന്തിനു വേണ്ടിയിട്ടാ? കഴിഞ്ഞ ജന്മത്തിലെ ആഗ്രഹങ്ങളും അതിനുവേണ്ടി കുറെ പുണ്യങ്ങളും ഒക്കെ ചെയ്തപ്പോ ഈശ്വരൻ ഒരു ശരീരം തന്നു. എന്തിന്? ഈ ഭൂമിയിൽ വന്ന് ആ ആഗ്രഹങ്ങളൊക്കെ അനുഭവിക്ക്, സുഖമായിട്ടിരിക്കെ, അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളെയും ഈ ഭൂമിയിലുണ്ട് എന്നും പറഞ്ഞ് ഈശ്വരൻ നമുക്ക് ഒരു ശരീരം തന്നു. അപ്പൊ പിന്നെ അത് അനുഭവിക്കണ്ടേ? ശരീരത്തില് നല്ല കാര്യങ്ങളെല്ലാം അനുഭവിച്ച്, നല്ല ആഗ്രഹങ്ങളെല്ലാം അനുഭവിച്ച് സംതൃപ്തി നേടണം. സംതൃപ്തനായാൽ അവിടെ മോക്ഷമായി. അപ്പൊ പറ്റുന്നത് എന്താ? കിട്ടിയത് പോരാ, കിട്ടിയത് പോരാ, കിട്ടിയത് പോരാ. അത് തന്നെ. എന്ത് സുഖം കിട്ടിയാലും അതിന്റെ അപ്പുറത്തെ സുഖം വേണം. നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാണ്? ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്നുള്ളതില് ആദ്യം അർത്ഥം, അതായത് ബേസിക് നീഡ്സ്, അവിടം കൊണ്ട് നമ്മൾ തൃപ്തിയാകുന്നില്ല. നമ്മൾ അവിടെ നിന്ന് ലക്ഷറിയിലിട്ട് പോകുന്നു. അപ്പൊ എന്തായി? ധർമ്മത്തെ ഉപേക്ഷിച്ച് ധർമ്മമല്ലാത്ത രീതിയിൽ പോലും സമ്പാദ്യത്തിന് പുറകെ പോയി കാമം എന്ന ആ ആഗ്രഹത്തിന്റെ ലെവൽ ലക്ഷറിയിലേക്ക് കടക്കുന്നു. അവസാനം മോക്ഷത്തെ ഉപേക്ഷിക്കുന്നു. ഇതാണ് നടക്കുന്നത്. നേരെ പറഞ്ഞ കാമം എന്നുള്ളതിനെ ഉപേക്ഷിച്ചാൽ എന്തുണ്ടാവും? പ്രത്യേകിച്ച് ഒരു സാധനയും ചെയ്യണ്ട. കാരണം അർത്ഥം ധർമ്മപരമായിട്ട് സമ്പാദിച്ചാൽ ഈ ശരീരം കിട്ടിയിരിക്കുന്ന, ശരീരത്തിൽ വരുന്ന മിനിമം ആ നീഡ്സും മിനിമം ആഗ്രഹങ്ങളും ഭംഗിയായിട്ട് ധർമ്മം നടത്തിത്തരും. ധർമ്മോ രക്ഷതി രക്ഷിത. അപ്പോ ധർമ്മപരമായിട്ട് ജീവിച്ചാൽ ഈ ശരീരം കിട്ടി, ഈ ശരീരം കൊണ്ട് എന്തെല്ലാം നടക്കണമോ അതെല്ലാം ഭംഗിയായിട്ട് നടക്കും. നമ്മൾ നിന്നു കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ടാണ് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യൂ എന്ന് പറയുന്നത് ഗീതയില്. പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കണ്ട, നമ്മൾ ആ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുക, അവനവന്റെ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഈ ശരീരം വന്നപ്പോൾ ഈ ശരീരത്തിന്റെ ശരീരം വരുവാൻ കാരണമായ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ പ്രകൃതി തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഈശ്വര ശക്തി തന്നെ അത് ചെയ്തു തരും. നിന്നുകൊടുത്താൽ മതി. പക്ഷേ പറ്റുന്നത് എവിടെയാണ്? കാമം എന്നുള്ള ഭാഗത്തിലേക്ക് കയറിയിട്ട് ആഗ്രഹങ്ങളെല്ലാം പിന്നെയും കൂടുന്നു, പിന്നെയും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പൊ നല്ല ഭക്തി വിശ്വാസമൊക്കെ ഉള്ളവർ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ. അല്ലാത്തവര് അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. രണ്ടിനും ഫലമുണ്ടാവും. രണ്ടുകൊണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. പുണ്യകർമ്മങ്ങൾ ചെയ്ത് കുറെ ദാനാദികളും അതും ഇതൊക്കെ ചെയ്ത് പുണ്യം ചെയ്ത് എന്റെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് പുണ്യം ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഭഗവാൻ ഫലേച്ഛയില്ലാതെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതിപ്പോ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം ഫലത്തിന് വേണ്ടിയിട്ടാ. അപ്പൊ ഫലം അനുഭവിക്കാൻ വരണ്ടേ? ഇനി ഒരു ശരീരം എടുക്കാതെ പറ്റുമോ? വീണ്ടും വരേണ്ടി വരും. അധർമ്മികൾക്കോ പാപം ചെയ്തു കൂട്ടുന്നു, അതനുഭവിക്കാൻ വരാതിരിക്കാൻ പറ്റുമോ? അപ്പൊ വരും. ചിലപ്പോ ഇങ്ങനെ തന്നെ വരും, ചിലപ്പോ അല്ലെങ്കിൽ
കീഴ് ജന്മങ്ങളിലേക്ക്, അധമ ജന്മങ്ങളിലേക്ക്, താഴ്ന്ന ജന്മങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം. മോക്ഷം എന്ന് പറഞ്ഞാൽ സംതൃപ്തമായ ജീവിതം എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം. സംതൃപ്തി, മരിക്കുന്നത്, ഈ ശരീരം വിട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് സംതൃപ്തി ഉണ്ടാകണം എന്ന ആഗ്രഹമാണ് ശരിക്കും ഈ പറഞ്ഞത്. എല്ലാവർക്കും ഈ ആഗ്രഹം ഉണ്ടാവും. എന്ത്? മോക്ഷം. എങ്ങനെ? സംതൃപ്തിയാണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയാൽ, അതിന് തത്വബോധത്തിൽ കൂടെ വന്നാൽ ശങ്കരാചാര്യരുടെ ആ വ്യാഖ്യാനത്തിൽ കൂടിയേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോ ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇതൊരു ആഗ്രഹമല്ലേ? ആഗ്രഹം പാടില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കണേ. അപ്പൊ ഇത് ആഗ്രഹമല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോ അതെങ്ങനെയാ സാധനയാകുക? മുമുക്ഷുത്വം ആഗ്രഹത്തിന്റെ പട്ടികയിൽപ്പെട്ടാൽ പിന്നെ അതെങ്ങനെ സാധനയാകും എന്നൊരു ചോദ്യം. അപ്പോ പറയുന്നു, എല്ലാവർക്കും ഈ ആഗ്രഹം ഉണ്ടെങ്കിലും അതിൽ ഗ്രഡേഷൻ ഉണ്ട്. ആ ആഗ്രഹങ്ങളുടെ ഗ്രേഡ് അനുസരിച്ചാണ് ആ ആഗ്രഹങ്ങൾ വരുന്നത്. പ്രയോറിറ്റി ഉണ്ട്. ഏത് ആഗ്രഹത്തിനാണ് പ്രയോറിറ്റി എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോ പലപ്പോഴും ഇപ്പോ ഈ മോക്ഷം വേണം അഥവാ സംതൃപ്തി വേണം എന്നുള്ള ആഗ്രഹം എവിടെയാ വരുന്നത്? നമ്മുടെ മറ്റുള്ള ആഗ്രഹങ്ങളുടെ ഫ്രണ്ടിലാണോ ആ ലിസ്റ്റില് ഏറ്റവും പുറകിലാണ്? സാധാരണ നിലയ്ക്ക് പുറകില. ആദ്യം എന്താ? ആദ്യം മകളുടെ കല്യാണം കഴിയണം. പിന്നെയോ കല്യാണം കഴിഞ്ഞൊരു കൊച്ചുണ്ടാവണം. കൊച്ചിനെ കാണണം, കണ്ണിട്ട് വേണം കണ്ണടയ്ക്കാൻ. കൊച്ചുണ്ടായി കുറച്ച് കഴിയുമ്പോഴോ കൊച്ചിന്റെ കല്യാണം കാണണം. നല്ലൊരു സ്ഥലത്ത് കല്യാണം കഴിഞ്ഞ് ഒരു വിവാഹം ജീവിക്കുന്ന കാണണം. പിന്നെ ഒരു പേരക്കുട്ടിയെ കാണണം. അപ്പൊ ഇതിങ്ങനെ ആഗ്രഹങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. മോക്ഷമോ? മോക്ഷം കഥ കഴിഞ്ഞിട്ട് മതി, അവസാനം മതി, പോകുന്നതിന് മുന്നേ മതി. അപ്പൊ പോകുന്ന എപ്പോഴാണെന്നറിയാമോ? അതറിയത്തില്ല. അപ്പൊ എന്തുണ്ടാവും? ഈ ആഗ്രഹങ്ങൾ പോകും, കിട്ടത്തില്ല. മറ്റുള്ള ആഗ്രഹങ്ങളിൽ മാത്രം ജീവിതം എൻഡ് ചെയ്യും. അപ്പൊ ഭഗവാൻ പറയുന്നത് അങ്ങനെയല്ല. ആദ്യം പ്രയോറിറ്റി ഇതിന് കൊടുക്കണം. മറ്റാഗ്രഹങ്ങൾ ഇരുന്നോട്ടെ, അവിടെ കുഴപ്പമൊന്നുമില്ല. പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈശ്വരനോട് തന്നെ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടത് മനസ്സംതൃപ്തിയാണ്, എനിക്ക് വേണ്ടത് മോക്ഷമാണ്. പക്ഷെ മറ്റാഗ്രഹങ്ങൾ ഭഗവാനെ അതിന് തടസ്സമായി വരുന്നു. അതിനെ ഭഗവാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് എൻ്റെ ഈ പ്രയോറിറ്റി ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ആഗ്രഹത്തെ നടത്തി തരണേന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈ ആഗ്രഹം നടക്കാൻ വേണ്ടി മറ്റുള്ള ആഗ്രഹങ്ങൾ ധർമ്മപരമായ രീതിയിലുള്ളതാണെങ്കിൽ അത് ചെയ്തു തരും. കാരണം ഈശ്വരൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടല്ലേ പറയണേ, എന്നെ പ്രാപിക്കൂ, എന്നെ പ്രാപിക്കൂ, എന്നെ പ്രാപിക്കൂ എന്ന് ഭഗവത്ഗീതയില് എത്ര പ്രാവശ്യം ഭഗവാൻ പറയുന്നു. എന്താണ് എന്നെ പ്രാപിക്കൽ? ഈ പൂർണ്ണ സംതൃപ്തിയാണ്, ആത്മസംതൃപ്തി, ആത്മാവിനെ അറിയൽ. അപ്പോ മോക്ഷത്തിന് ആഗ്രഹം വരണമെങ്കിൽ, സംതൃപ്തമായിട്ടുള്ളൊരു മനസ്സുണ്ടാവണമെങ്കിൽ മറ്റാഗ്രഹങ്ങൾ തീർന്നിരിക്കണം. അപ്പോ ഇപ്പൊ സംഗീതജ്ഞര് അവരെന്താ ചെയ്യുന്നത്? അവരുടെ മെയിനായിട്ടുള്ള ആഗ്രഹം എന്താ? മോക്ഷമാണോ? അല്ല, സംഗീതത്തില് ഏറ്റവും പ്രശസ്തരാവുക. അപ്പൊ അവിടെ എന്താണ്? പ്രശസ്തി. ത്യാഗരാജസ്വാമികളുടെ സംഗീതത്തിലുള്ള നോട്ടം എന്തായിരുന്നു? മോക്ഷം. എങ്ങനെ? സംഗീതത്തിൽ കൂടി ഭഗവാനെ ആരാധിച്ച് ഭഗവാനെ സന്തോഷിപ്പിച്ച് ആത്മസംതൃപ്തി നേടുക. അതാണോ ഇപ്പോ നമ്മൾ കാണുന്ന സംഗീതം? അല്ല. ഇതേപോലെ എല്ലാ ഫീൽഡും അങ്ങനെ തന്നെയാണ്. എല്ലാം ഇപ്പൊ ചെയ്യുന്നതെല്ലാം, ഇപ്പൊ ഭാഗവതം വായിക്കുന്ന ഒരാള് ഏറ്റവും നന്നായിട്ട് പ്രഭാഷണം നടത്തുന്നു 10 പേര് പറയണം, 10 സ്റ്റേജ് കിട്ടണം, മറ്റേ ആള് നടത്തിയതിനേക്കാളും ഗംഭീരമായിട്ട് രുക്മിണി കല്യാണം നടത്തണം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോ എന്നിട്ട് അവര് ഉപദേശിക്കുന്നത് മോക്ഷം. നിങ്ങൾ മോക്ഷത്തിന് ആഗ്രഹിക്കുന്നത് ഇങ്ങോട്ട് ഉപദേശിക്കും. വല്ല കാര്യമുണ്ടോ? അങ്ങനെയുള്ളവരുടെ ഉപദേശം കൊണ്ട് ഒന്നും നമ്മുടെ മനസ്സിൽ സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും അധികം ഗീതാ പ്രഭാഷണങ്ങൾ കേട്ടിട്ടും ഇത്രയും ഭാഗവത സപ്താഹം കൂടിയിട്ടും ഈ കണ്ട ജനങ്ങളിലൊന്നും ഒരു മാറ്റം വരാത്തത്. ആചരിക്കുന്നവരല്ല പ്രഭാഷണം നടത്തുന്നത്, അല്ലെങ്കിൽ ഈ വക പരിപാടികൾ നടത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ദക്ഷിണയെ ഉദ്ദേശിച്ചും പ്രശസ്തിയെ ഉദ്ദേശിച്ചും നടത്തുന്നത് കൊണ്ടാണ്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഉടനെ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? ഒരു പ്രഭാഷണം കഴിഞ്ഞ് താഴെ വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? അവിടെയാണ് പ്രശ്നം.
എല്ലാവരെയും ഈശ്വരന്റെ പാദത്തിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അതിന് ഉള്ളില് ഭക്തി നിറഞ്ഞു നിന്നാലേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യമേ അവിടെ വരുന്നില്ല. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും മോക്ഷത്തിന് തടസ്സമാണ്. എത്രമാത്രം മനസ്സ് ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സ് അത്രത്തോളം ശുദ്ധമാണെങ്കിലേ ഈ മുമുക്ഷുത്വമൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ആഗ്രഹം അവിടെ പ്രവർത്തിക്കില്ല. അപ്പൊ ചോദിക്കുന്നു, അപ്പൊ ഇനി എന്താണ് അതിനൊരു ഉപായം? ഈ ആഗ്രഹം വളരാൻ എന്താണ് ഒരു ഉപായം? അപ്പോ ചെറിയതായിട്ടൊരു തീ ഉണ്ട് അല്ലെ, ഒരു ചെറിയൊരു ഒരു സ്പാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്പാർക്കിനെ വലിയൊരു തീയാക്കി ഒരു ഹോമകുണ്ടത്തിലെ അഗ്നിയാക്കി കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അവിടെ ഇട്ടിട്ട്, അതായത് ചമതകളും കാര്യങ്ങളൊക്കെ ഇട്ട് നെയ്യും കൂടെ ഒഴിച്ച് അതിന് വേണ്ട കാറ്റും കൊടുത്ത് ചെറുതായിട്ടൊന്ന് വീശി കൊടുക്കുമ്പോ ആ അഗ്നികുണ്ടത്തിലെ അഗ്നി ആളിക്കത്തും. ആജ്യം കൊടുക്കണം, അതിനുവേണ്ട ആജ്യം കൊടുക്കുമ്പോ അതങ്ങ് ആളിക്കത്തും. ചെറിയൊരു തരിയെ ഉണ്ടായിരുന്നുള്ളൂ തീപ്പൊരി. അതുപോലെ വേണം ഈ ആഗ്രഹം വളരാനായിട്ട്. മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം വളരാനായിട്ട് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യണം. അതെന്താണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. അതിന് പറയുന്നു, ആദ്യം വേണ്ടത് വിവേകം. മോക്ഷം നേടാനായിട്ട്, മനസ്സംതൃപ്തി നേടാനായിട്ട് ആദ്യം വേണ്ടത്, അത് വളർത്തുവാനായിട്ട് ആദ്യം വേണ്ടത് വിവേകം. അതായത് അറിവ്. എന്തിൻ്റെ അറിവ്? നിത്യാനിത്യ വസ്തു വിവേകം. ഏറ്റവും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നിത്യ അനിത്യ വസ്തു വിവേകമാണ് ഏറ്റവും അത്യാവശ്യം. ഏതാണോ നിത്യമായത് അതിനു വേണ്ടി പ്രയത്നിക്കണം. ഏതാണോ അനിത്യമായത് അതിനെ മെല്ലെ മെല്ലെ ഉപേക്ഷിക്കണം. അപ്പോ എന്തിന്റെ ആഗ്രഹമാണ് ഉള്ളിൽ വരണ്ടേ? നിത്യമായതിന്റെ ആഗ്രഹം വരണം. നിത്യമായതെന്ന് ഈശ്വരൻ മാത്രം, ആ ശക്തി മാത്രം. അപ്പോ വിവേകം എന്തുണ്ടാവും? വൈരാഗ്യത്തിന് കാരണം കൊണ്ട്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യമായതിനെ ഉപേക്ഷിക്കലാണോ വൈരാഗ്യം? അല്ല, അനിത്യമായതിനെ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം അനിത്യമാണ്, ഒരു സാധനവും നിത്യമില്ല. അപ്പോ അനിത്യമായതിന് മനസ്സിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനത്തെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതാണ് വൈരാഗ്യം. നിത്യത്തിനോട് ആഗ്രഹം കൂടുമ്പോൾ അനിത്യമായ വസ്തുക്കളോട് ആഗ്രഹം കുറയും. അതല്ലേ ശരിക്കും ഭക്തിയിൽ പറയുന്നത് എന്താണ്? ഈശ്വരനെ ലഭിച്ചാൽ പിന്നെ വേറെ എന്ത് വേണം? ബാക്കിയെല്ലാം ഈശ്വരൻ തരൂലോ. ആ വിശ്വാസം ഉറക്കണ്ടേ ഭഗവാൻ? അതല്ലേ ഭഗവാൻ പറയുന്നത്, ഈശ്വരനെ വിളിച്ചാൽ, ഈശ്വരനെ കിട്ടിയാൽ പിന്നൊന്നും വേണ്ട. അപ്പോ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇത്രയും വലിയ ഒരു പ്രോമിസ് ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആരും അത് ഉപയോഗിക്കുന്നില്ലല്ലോ. ഒന്നിനെ കുറിച്ചും വേവലാതിപ്പെടണ്ടെന്നാ പറയണേ. അന്യഥാശരണം നാസ്തിത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷരക്ഷ ജനാർദ്ദന മഹേശ്വര എന്നൊക്കെ പറയുമ്പോ അന്യഥാശരണം നാസ്തി എന്ന് യാന്ത്രികമായിട്ടാണ് പറയുന്നത്. അങ്ങനെ അന്യഥാശരണം നാസ്തി ആയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല. നമുക്ക് എന്താണ് ശരണം? വസ്തു ശരണം. കാണുന്ന വസ്തുക്കളൊക്കെ നമ്മുടെ ശരണം. ഭഗവാനെ അന്യഥയായിട്ടാണ് വെച്ചിരിക്കുന്നത്. പറയുന്നത് അങ്ങനെയല്ല, വേറെ ഒന്നും എന്നെ രക്ഷിക്കില്ല, ഭഗവാൻ തന്നെയാണ് എന്നെ രക്ഷിക്കണ്ടേ. അങ്ങനെ സമ്പൂർണ്ണ ശരണാഗതി. അതിന് ഈ പറഞ്ഞ മാതിരി മെല്ലെ 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 അങ്ങോട്ട് പോയാലേ അത് പറ്റുള്ളൂ. എത്രയും പെട്ടെന്നൊരു ദിവസം സമ്പൂർണ്ണ ശരണാഗതി ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള മമത, മറ്റു ബന്ധുക്കളോടുള്ള ബന്ധനം, സാധാരണ നമുക്ക് സുഖം തരുന്ന വസ്തുക്കളോടുള്ള പാശം, ഇതെല്ലാം കുറച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളെ കുറച്ചു കൊണ്ടുവരണം. ഇന്ദ്രിയങ്ങൾക്ക് എവിടുന്ന സുഖം വരുന്നേ? ഇന്ദ്രിയങ്ങൾ അകത്തുനിന്നല്ലല്ലോ സുഖം നേടുന്നതാണോ? ഇന്ദ്രിയങ്ങള് നമ്മുടെ ശരീരത്തിനകത്ത് നിന്നാണോ സുഖം നേടുന്നത്? അല്ല, ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തുള്ള വസ്തുക്കളിൽ നിന്നാണ് സുഖം നേടുന്നത്.
കണ്ണെവിടുന്ന സുഖം തേടുന്നേ? കണ്ണടച്ച് അകത്തിരിക്കുമ്പോഴാണോ സുഖം അനുഭവിക്കുന്നത്? അതാണ് യഥാർത്ഥ സുഖം, ആത്മാനന്ദം. അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പുറത്ത് കണ്ണു തുറന്ന് കാണുമ്പോൾ കിട്ടുന്ന സുഖം, മറ്റു വസ്തുക്കളിൽ കാണുമ്പോൾ. അതുമാതിരി നാക്കിൽ കൂടി കിട്ടുന്നത് അല്ലെ? നാക്കിൽ കൂടി കിട്ടുന്നത് എന്താ? ഒരു ജപം കൊണ്ടുണ്ടാകുന്ന സുഖമാണോ അനുഭവിക്കുന്നത്? ഉറക്കനെ വേദം ജപിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുമ്പോൾ വാക്കും നാക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ സുഖമാണോ അനുഭവിക്കുന്നത് നമ്മള്? അല്ല. അപ്പോ ജപം കഴിഞ്ഞ ഉടനെ ഇഡ്ഡലിയും വടയും സാമ്പാറും കിട്ടുമ്പോൾ അതിന്റെ സുഖം അനുഭവിക്കും അല്ലേ? എത്രയും പെട്ടെന്ന് ജപം തീർത്തിട്ട് വേണം രാവിലത്തെ ടിഫിൻ അടിക്കാൻ. എല്ലാ സ്ഥലത്തും എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും നമുക്ക് കാണാം. എന്ത് ചടങ്ങ്, എന്ത് ഭംഗിയായിട്ടുള്ള ചടങ്ങ് നടക്കുകയാണെങ്കിലും, എന്തെല്ലാം പൂജകൾ നടക്കുകയാണെങ്കിലും ഏറ്റവും പ്രാധാന്യം പൂജ കഴിഞ്ഞിട്ടുള്ള ടിഫിനാണ്. നാക്ക് അവിടേക്കാ പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അതേമാതിരി ശരീരം, എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തുള്ള സുഖങ്ങളെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും. അപ്പൊ അതിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മൾ മോചിതരാകണം, മെല്ലെ മെല്ലെ മോചിതരാകണം. കാപ്പിയിൽ ഒരു ശകലം പഞ്ചസാര കുറഞ്ഞാൽ പ്രശ്നമായി, വീട്ടിൽ വലിയ വഴക്കായി. എന്നിട്ടാണ് നമ്മൾ മുമുക്ഷുത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തത്വബോധം പഠിക്കുന്നു, മുമുക്ഷുത്വം പഠിക്കുന്നു. വല്ലതും നടക്കുവോ? ഒന്നും നടക്കില്ല. അതൊക്കെ മാറ്റിക്കൊണ്ടുവരണം. അതിന് നിത്യ വസ്തു വിവേകം ഏറ്റവും അത്യാവശ്യം. വിവേകം വൈരാഗ്യത്തിന് വിത്ത് എന്ന പോലെ മുമുക്ഷുത്വത്തിനും വിത്താണ് വിവേകം. പിന്നെ മിനിമം ആവശ്യങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞ ധർമാർത്ഥ കാമമോക്ഷത്തിലെ അർത്ഥത്തിന്റെ എക്സ്പ്ലനേഷൻ തന്ന സമയത്ത് മിനിമം ആവശ്യങ്ങളെ പറഞ്ഞു, നെസസിറ്റീസിനെ പറഞ്ഞു. അത് നേടിയ ശേഷം മനസ്സ് ലക്ഷറിയിലേക്ക് പോകാതെ നോക്കണം. അപ്പോ മോക്ഷം എന്നതിനെ അറിഞ്ഞ്, നിത്യമായ സംതൃപ്തി എന്നതിനെ അറിഞ്ഞ് അത് ആഗ്രഹമാക്കി മാറ്റണം. ധർമ്മ അർത്ഥം, ഇതിനെ നമ്മള് ധർമ്മം അർത്ഥം എന്നുള്ളതിനെ മാറ്റിക്കളയരുത്. അധർമ്മത്തിൽ കൂടി അർത്ഥം സമ്പാദിക്കാൻ പോകരുത്. ധർമ്മപരമായിട്ട് അർത്ഥം സമ്പാദിക്കണം. അപ്പൊ ധർമ്മപരമായിട്ട് ജീവിക്കുമ്പോഴാണ് വിവേകം ഉദിക്കുന്നത്. വിവേകം വരുമ്പോഴാണ് വൈരാഗ്യത്തിലേക്ക് പോകുന്നത്. വൈരാഗ്യം വരുമ്പോഴാണ് മുമുക്ഷത്വത്തിലേക്ക് പോകുന്നത്. അപ്പൊ കാമത്തിലുള്ള ദോഷത്തെ കാണണം, എന്നാലേ ഇതിനെ മാറ്റിവെക്കാൻ പറ്റുള്ളൂ. കാമത്തിലുള്ള ദോഷത്തെ കാണുമ്പോൾ അതിനെ മാറ്റിവെക്കാൻ സാധിക്കണം. ജീവിതം ആസ്വദിക്കണ്ടേ? വേണം, തീർച്ചയായിട്ടും ആസ്വദിക്കാം. അതിനാണല്ലോ ശരീരം കിട്ടിയിരിക്കുന്നത്. ആസ്വദിക്കാം, എല്ലാം ആസ്വദിക്കാം. പക്ഷെ അത് അർത്ഥത്തിൽ നിന്നുകൊണ്ടാകണം, കാമത്തിലേക്ക് പോയിട്ടാകരുത്. അനുഭവിക്കാനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ ആർക്ക് എങ്ങനെ സുഖിക്കാമോ അതിനു വേണ്ടിയിട്ടാണ്. ഓരോരുത്തർക്കും ഓരോതല്ലേ. ഒരാൾക്ക് എരിവിഷ്ടം, ഒരാൾക്ക് ഉപ്പിഷ്ടം, ഒരാൾക്ക് പുളി ഇഷ്ടം, ഒരാൾക്ക് മധുരം ഇഷ്ടം. ഡൈവേഴ്സിറ്റിയാണ്. ആ ഡൈവേഴ്സിറ്റിയാണ് ഭഗവാന്റെ സൃഷ്ടിയിലും. അത് അനുഭവിക്കാം, സുഖമായിട്ട് അനുഭവിക്കാം, ധർമ്മപരമായി അനുഭവിക്കാം. അപ്പോ ആ ധർമ്മപരമായി അനുഭവിച്ചു കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി ഭക്തിയും കൂടെ ഉള്ളിൽ വരും. ഭക്തി വരുമ്പോഴത്തേക്കും പതിയെ ഇതിലേക്ക് ഒരു വൈരാഗ്യം വിവേകം മൂലം കടന്നു വരും. അപ്പോഴാണ് നിത്യാനിത്യ വസ്തു ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. ഈ സുഖമൊന്നും ശാശ്വതമല്ലല്ലോ. ഇപ്പൊ തന്നെ പ്രായം കൂടുന്തോറും നമുക്ക് അറിയുന്നുണ്ടല്ലോ, നേരത്തെ കഴിച്ചിരുന്ന അത്രയും ക്വാണ്ടിറ്റി ഇപ്പൊ കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ എന്തുണ്ടാവും? ഉടനെ ആശുപത്രി പോണ്ടി വരും. നമ്മുടെ ശരീരം തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. മെല്ലെ 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 ശരീരം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പഠിക്കുന്നില്ല. അത് പഠിക്കണം. അത് പഠിച്ചാലേ മുമുക്ഷുത്വത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ആസ്വാദനം ലക്ഷ്യമായി മാറരുത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ആസ്വാദനമാണ് ലക്ഷ്യം. എല്ലാം ആസ്വദിക്കുക അല്ലേ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെയൊക്കെ പറച്ചിലതാണല്ലോ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. എന്തെങ്കിലും പറയാൻ, ആത്മീയ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ, സ്പിരിച്വാലിറ്റി എന്തെങ്കിലും പറയാൻ പോയാൽ ഉടനെ പറയും അങ്ങനെയൊന്നുമല്ല, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, നിങ്ങൾക്കത് അറിയാൻ മേലഞ്ഞിട്ടാണ് എന്ന് പറയും നമ്മളോട്. നമ്മൾ തിരിച്ചു പറയാൻ നമുക്കറിയില്ല. കാരണം എന്താ? നമ്മൾ ഈ കുഴിക്കകത്ത് കിടക്കുക. നിങ്ങൾ വയസ്സായവരെ നിങ്ങൾ എന്താ ചെയ്യണേ? നിങ്ങൾ ആസ്വദിക്കുന്നില്ലേ? അവിടെയാണ് പ്രശ്നം. പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇല്ല, ഞങ്ങള് ഇപ്പോൾ ആസ്വാദനത്തിനല്ല എന്ന് പറയുമ്പോൾ പിള്ളേര് തിരിച്ച് ഇത് ആസ്വദിക്കാനല്ലേ, ഈ ടി വി വെച്ചോണ്ടിരിക്കണ പിന്നെ എന്തിനാ? ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ, സീരിയല് കാണുന്നത് ആസ്വദിക്കാനല്ലേ. ചെണ്ടപ്പുറത്ത് കോല് വെക്കുമ്പോഴേക്ക് ഉത്സവ പറമ്പിലേക്ക് ഈ വയസ്സാം കാലത്ത് പോണെന്ന് പറയണത് ആസ്വദിക്കാനല്ലേ.
ഇങ്ങനെ അവർ ചോദിച്ചാൽ മറുപടി ഉണ്ടോ? ഇല്ല. അപ്പോ അവനവനെ നിയന്ത്രിച്ച് മാതൃകയാക്കി കുട്ടികളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ ആ കുട്ടികളെ അത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ആസ്വാദനം നിങ്ങളിപ്പോ ആസ്വദിച്ചു, നിങ്ങളുടെ പ്രായം കറക്റ്റാണ്, നിങ്ങൾ ആസ്വദിച്ചോളൂ. പക്ഷെ പരിധി വെക്കണം. അത് കാമം എന്നുള്ള അത്യാഗ്രഹത്തിലേക്ക് പോകരുത്, ലിമിറ്റ് വിട്ടുള്ള ആഗ്രഹങ്ങളാകരുത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മാതൃകയായിരിക്കണം അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും. അതില്ലാതെ കണ്ട് നമുക്കിതൊന്നും വളർത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോ ആസ്വാദനങ്ങളൊന്നും പൂർണ്ണമായ തൃപ്തിയെ തരില്ല എന്ന് മനസ്സിലാക്കണം. റീപ്ലേസ്മെന്റിന് പരിധിയില്ല. ഉണ്ടോ? റീപ്ലേസ്മെന്റിന് എന്തെങ്കിലും പരിധിയുണ്ടോ? കുറെ 10 വർഷം മുമ്പുണ്ടായ കാര്യത്തിൽ നിന്ന്, അന്ന് ആസ്വാദനം കിട്ടിയിരുന്നതിൽ നിന്ന് മാറി വേറൊരു കാര്യത്തിലേക്ക് വന്നു. ഇനി ഇവിടെ നിന്ന് മാറിയിട്ട് അടുത്ത വേറൊന്നിലേക്കും പോകും. ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ ആസ്വാദനം. റീപ്ലേസ്മെന്റ് ഒരിക്കലും തീരില്ല. അപ്പൊ കാരണം എന്താണ്? മനസ്സിന് പക്വത വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ അർത്ഥസമ്പാദനം ഇല്ലാതെ മോക്ഷത്തിന് ആഗ്രഹം വന്നാൽ പറ്റുമോ? അർത്ഥസമ്പാദനം വേണം. അർത്ഥസമ്പാദനം ഉണ്ടെങ്കിൽ ഈ ഇപ്പോ കിട്ടിയ ശരീരത്തിന് അതിൻ്റെതായ ധർമ്മങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് വേണം. മനപക്വത വരാതെ അർത്ഥസമ്പാദനം വേണ്ട എന്ന് വെച്ച് ആത്മീയമായിട്ട് അങ്ങോട്ട് ചാടി ഇറങ്ങിയാൽ രണ്ടും നടക്കത്തില്ല. അപ്പോ ഇപ്പൊ നമ്മുടെ സമയം കറക്റ്റാണ്. ഏതാണ്? ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് വന്നിട്ട് പതുക്കെ ആത്മീയതയിലേക്ക് പൂർണ്ണമായിട്ട് മനസ്സിനെ കൊണ്ടുവരുന്നത് കറക്റ്റ് സമയമാണ്. ഭഗവാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ്. ബ്രഹ്മചാരിയോട് പോയിട്ട് സന്യാസം സ്വീകരിക്കാൻ ഭഗവാൻ പറയുന്നില്ല. ഗൃഹസ്ഥാശ്രമയോട് പോയി സന്യാസം സ്വീകരിക്കാൻ പറയുന്നില്ല. വാനപ്രസ്ഥയോടും സന്യാസം പറയുന്നില്ല. വാനപ്രസ്ഥം കഴിഞ്ഞ് സന്യാസമാണ് പറയുന്നത്. അപ്പൊ വാനപ്രസ്ഥം എന്നുള്ള ഭാഗം ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമ്മുടെ ഈ പ്രായത്തില് നമുക്കതിന് സാധിക്കണം. അല്ലാതെ വേഷം കെട്ടലല്ല പ്രധാനം, മാനസികമായിട്ട് വാനപ്രസ്ഥത്തിലേക്ക് എത്തണം. അപ്പൊ അങ്ങനെ മുമുക്ഷുത്വത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് രണ്ടാമതായിട്ട് പറയുന്നത് സത്സംഗം വളരെ അത്യാവശ്യമാണ്. ഈ പ്രായത്തില് നമ്മൾ ചെയ്യേണ്ടത് സത്സംഗങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അതിലെല്ലാം പങ്കെടുക്കുക, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെല്ലാം മനസ്സിലാക്കുക. ഈ മുക്ഷുത്വം എന്ന ആഗ്രഹം വളരാൻ ആരിൽ നിന്ന് എന്ത് കിട്ടുമോ അതിനെ സ്വീകരിക്കാനാണ് സത്സംഗത്തിന് പോകേണ്ടത്. അപ്പൊ അവിടെ വലിയ വലിയ ഗുരുനാഥന്മാരുടെ പ്രഭാഷണങ്ങളിൽ കൂടി ഒരുപാട് ഉപദേശങ്ങൾ കിട്ടാനുണ്ടാകും. അത് മനസ്സിലാക്കും തോറും മുമുക്ഷത്വത്തിനുള്ള ആഗ്രഹം കൂടി വരും. ഇനി മുമുക്ഷത്വത്തിന്റെ പ്രയോജനം കൂടെ നമുക്ക് നോക്കാം. കാമകർമ്മഹേതു എന്ന് പറയും. കാമകർമ്മഹേതു, അതായത് ആഗ്രഹം പ്രവൃത്തിക്ക് കാരണമാണ്, അല്ലെ? ആഗ്രഹമാണ് നമ്മളെ കർമ്മനിരതരാക്കുന്നത്, പ്രവൃത്തിക്ക് പ്രചോദനം തരുന്നത്. കൂടിയ ആഗ്രഹങ്ങൾ കൂടിയ പ്രവൃത്തിയിലേക്ക് നയിക്കും, ഇല്ലേ? കൂടുതൽ ആഗ്രഹങ്ങൾ വരുമ്പോ കാമഹ എന്ന് വരുമ്പോ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? കാമഹ കർമ്മഹേതു എന്നുള്ളതിനെ മാറ്റിയിട്ട് മുമുക്ഷുത്വം കർമ്മഹേതു എന്നാക്കണം. മുമുക്ഷുത്വം കർമ്മഹേതു, മുമുക്ഷുത്വത്തിന് വേണ്ടി ആയിരിക്കണം എൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് തീരുമാനിക്കണം. ആ തീരുമാനം വരും ഇതിലേക്ക് ഇറങ്ങിയാൽ. എന്താ കാരണം? അത് വിചാരഹേതു ആണ്. വിചാരം ചെയ്യൽ തുടങ്ങും. വിചാരഹേതു, ജ്ഞാനഹേതു, ജ്ഞാനം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം വരും. ഇതൊക്കെയാണ് മുമുക്ഷത്വത്തിന്റെ പ്രയോജനം. പൂർണ്ണ സംതൃപ്തി വേണം എന്ന് ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ഈ വക ഗുണങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ തീവ്രമായ ആഗ്രഹം തടസ്സങ്ങളെ നേരിടാനുള്ള ശക്തി നൽകും. തീവ്രമായ ആഗ്രഹം വേണം. എന്തിന്? മുമുക്ഷുത്വത്തിന്, സംതൃപ്തിക്ക്. തീവ്രമായ ആഗ്രഹം ഉണ്ടായാൽ മുമ്പിൽ വരുന്ന തടസ്സങ്ങളെ നേരിടാനുള്ള ശക്തി കിട്ടും. ഇപ്പൊ എന്താ കുഴപ്പം? ഷുഗർ ഉള്ള ഒരാളുടെ അടുത്ത് മുമ്പില് ഒരു പ്ലേറ്റില് 3-4 ലഡു കൊണ്ടുവച്ചു. അപ്പൊ എനിക്ക് ഇല്ല, ഞാൻ മധുരം കഴിക്കില്ല കേട്ടോ എന്ന് ആദ്യം പറയും. പിന്നെ അവര് പറയാ സാരമില്ല, വല്ലപ്പോഴും അല്ലേ, എല്ലാ ദിവസവും ഇവിടെ വരുന്നില്ലല്ലോ, എത്ര വർഷം കൂടിയപ്പോ നമ്മൾ തമ്മിൽ കാണുന്നത്, ഇപ്പൊ ഒരു ലഡു കഴിച്ചുകൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല, കഴിക്കൂ എന്ന് പറയുമ്പോ ഓക്കെ.
അപ്പൊ നമ്മൾ എടുത്ത് കഴിക്കും. പോയില്ലേ? അവിടെ പിടിച്ചു നിർത്താൻ പറ്റിയോ മനസ്സിനെ? സാധിച്ചില്ല. ഇത് ചെറിയ ഉദാഹരണം. ഇതേപോലെയാണ് ജീവിതത്തിലെ എല്ലാ തുറകളിലും നമ്മൾ ചെയ്യുന്നത്. TV ഓൺ ചെയ്യുമ്പോൾ കാണണ്ടാത്ത കാര്യങ്ങളും കാണും. സംസാരിക്കുമ്പോൾ ആരെയും കുറ്റം പറയാൻ പാടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അത് കൂടുതൽ പറയും. പതുക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ മാറണം. അതിനുള്ള തീവ്രമായ മോക്ഷത്തിന്റെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ തടസ്സങ്ങളെ തെറ്റുപറ്റും ഉടനെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കുറ്റം പറയാൻ തുടങ്ങിയാൽ ഉടനെ ഓർമ്മ വരും, അയ്യോ ശരിയല്ലല്ലോ, അപ്പൊ നമ്മൾ നിർത്തും. അങ്ങനെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ അതിൽ നിന്ന് മാറും. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ഇന്ന് അവസാനിക്കുന്നത്. ഏതത് സാധന ചതുഷ്ടയം, വിവേകം, വൈരാഗ്യം, ശമതമാദികള്, മുമുക്ഷുത്വം. ഏതത് സാധന ചതുഷ്ടയം. അങ്ങനെ സാധന ചതുഷ്ടയം, ആ സാധന ചതുഷ്ടയ സമ്പത്തിയെ നേടുവാൻ സാമാന്യ ഉപായമാണ് ശാസ്ത്രം പറഞ്ഞു തന്നത്. അതാണ് ധർമ്മ അനുഷ്ഠാനം, ധാർമ്മിക ജ്ഞാനം, കർമ്മയോഗം. സാധന ചതുഷ്ടയ സമ്പത്തി ഉള്ളവർക്ക് കർമ്മയോഗം വേണ്ട എന്ന് പറയും. സാധന ചതുഷ്ടയ സമ്പത്തി കേട്ടത് 6 3 9 വരുന്നുണ്ട് മൊത്തം, അല്ലെ? ശമതമാദികൾ 6, വിവേകം, വൈരാഗ്യം, പിന്നെന്താ, മുമുക്ഷുത്വം. ഇത്രയും വരുമ്പോഴത്തേക്കും 6 3 9 ഈ 9 കൂട്ടം ഉണ്ടെങ്കിൽ കർമ്മയോഗം പിന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവര് കർമ്മയോഗത്തിൽ കൂടി വന്നേ പറ്റുള്ളൂ. അപ്പോ ശമതമാദികൾ, സമാധി ഷഡ്കസമ്പത്തി കൊടുക്കുന്നത് ഉപാസന, ധ്യാനം, ഭക്തി. വേദത്തിലെ കർമ്മകാണ്ഡത്തിൽ സാധന ചതുഷ്ടയ സമ്പത്തിക്ക് വേണ്ടി കർമ്മങ്ങളും ഉപാസനയും അവിടെയും വരുന്നുണ്ട്. തതഃ തത്വവിവേകസ്യ അധികാരിണോ ഭവന്തി. ശ്രദ്ധിക്കുക ഈ വാചകം. തതഃ തത്വവിവേകസ്യ അധികാരിണോ ഭവന്തി. സാധന ചതുഷ്ടയ സമ്പത്തി നേടിയ ശേഷം തത്വവിവേകത്തിന് അധികാരിയാകുന്നു. തത്വവിവേകത്തിന് അധികാരിയാകുന്നു. അപ്പോ ഇതുവരെ നോക്കിയത് തത്വവിവേകം എന്നുള്ള ഭാഗം പഠിക്കാനായിട്ടുള്ള അർഹത. ഇനിയേ നമ്മൾ തത്വബോധത്തിലേക്ക് പോകാൻ പോകുന്നുള്ളൂ. തത്വബോധം എന്നുള്ള ആ വലിയ ടോപ്പിക്, തത്വബോധം എന്ന വലിയ ടോപ്പിക് പഠിക്കാനുള്ള ഒരു അർഹതയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ ഈ 9 കാര്യങ്ങളും, 6 ശമതമാതി ഷഡ്കസമ്പത്തിയും വിവേകവും വൈരാഗ്യവും മുമുക്ഷുത്വവും കൂടി, ഇതെല്ലാം കൂടെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ നിറച്ചു വെച്ച് നമ്മളൊരു ക്വാളിഫൈഡ് ആയിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ തത്വബോധത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. അപ്പൊ നമ്മളിപ്പോ ഇത്രയൊക്കെ വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് ഇതിന്റെ ഒരു ചെറിയ ഒരു അംശമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള വിശ്വാസത്തില് നമുക്ക് അടുത്ത ദിവസം തത്വബോധത്തിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അത് അധികാരിത്വ വിചാരം, അധികാരത്വ വിചാര, അതാണ് അധികാരിത്വ വിചാര. 5 ടോപ്പിക്കാണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. തത്വബോധത്തിലെ മെയിൻ 5 ടോപ്പിക്സ്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു അടുത്ത ദിവസം. അതിനു മുമ്പുള്ള അധികാരിയാകാനുള്ള കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത്. ഈ പഠിച്ചതെല്ലാം ഉള്ളില് നന്നായിട്ട് നമ്മുടെ ഉള്ളിൽ നിറയാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിറാം സർ. സായിറാം.